ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന ക്രൈംബ്രാഞ്ച്. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ നമ്പർ ഇപ്പോഴും ഭാര്യാപിതാവിന്റേതാണെന്നാണ് അർജുന്റെ മൊഴി. ക്രൈംബ്രാഞ്ച് വീണ്ടും അർജുന്റെ മൊഴി രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾ നൽകാനായി നമുക്കിപ്പോൾ അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തുനിന്ന്. അഞ്ജു, എന്താണ് അർജുന്റെ മൊഴിയിലെ വൈരുദ്ധ്യം? ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. ബാർക്കോഴ വിവാദത്തിലാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തിലെ അർജുന്റെ വീട്ടിലെത്തിയായിരുന്നു അന്വേഷണ സംഘം മൊഴിയെടുത്തത്. മൊഴിയെടുക്കാൻ ഇടയായത് ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമായതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ഈ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. പിന്നാലെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം 1.25 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് പിന്നാലെ അർജുൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അതിൽ താൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നായിരുന്നു അർജുൻ വ്യക്തമാക്കിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം നേരത്തെ ആ ഗ്രൂപ്പിൽ ബാർ ഉടമകളുടെ ഗ്രൂപ്പിലുണ്ടായ നമ്പർ അത് തന്റെ ഭാര്യാപിതാവിന്റേതാണെന്നായിരുന്നു അർജുന്റെ വിശദീകരണം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നാലെ പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയത് ആ നമ്പർ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി എന്നാണ്. ഈ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അർജുൻ ആണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നമ്പറിന്റെ ഉടമസ്ഥത മാറ്റിയതുമായി ബന്ധപ്പെട്ട പറഞ്ഞതിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്നാണ് നിലവിൽ അന്വേഷണ സംഘം പറയുന്നത്. അതിനാൽ തന്നെ അർജുന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘം വീട്ടിലെത്തിയ സമയത്ത് പിന്നാലെ തന്നെ അർജുൻ മാധ്യമങ്ങളെ കാണുകയും ഇത്തരത്തിൽ തന്റെ സിമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളോടും പ്രതികരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഫോൺ എവിടെയാണെന്നും ആ സിം ആരുപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിവൈഎസ്പി പി ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ വൈരുദ്ധ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമാക്കുന്നത്. സംഭവം പുറത്തു വന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണോ ഭാര്യാപിതാവിന്റെ പേരിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു നമ്പർ ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയത്? ഈ സിം നേരത്തെ ഭാര്യാപിതാവ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഭാര്യാപിതാവിന്റെ മരണത്തിന് ശേഷം ഭാര്യയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് എന്നാണ് അർജുൻ വിശദീകരണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ നമ്പർ ഭാര്യയുടെ പേരിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഈ നമ്പർ ഉപയോഗിക്കുന്നത് അർജുൻ രാധാകൃഷ്ണൻ ആണെന്ന് വ്യക്തമാകുന്നുണ്ട് എന്നുമാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. അതായത് ക്രൈംബ്രാഞ്ചിനോട് അർജുൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള മൊഴിയിൽ വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ കാര്യമല്ല നിലവിൽ ഇപ്പോൾ പറയുന്നത്. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അർജുൻ അത് സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കൂടി ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. ശരി, ബാർക്കോഴ വിവാദത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ നമ്പർ ഇപ്പോഴും ഭാര്യാപിതാവിന്റേതാണെന്നാണ് അർജുന്റെ മൊഴി ഉള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അർജുനെ വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.